1928 സെപ്റ്റംബർ 3 സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഫ്ലെമിംഗ് ലണ്ടനിലെ സെയിന്റ് മേരീസ് ഹോസ്പിറ്റലിലെ തന്റെ ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന സമയം ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾക്കും മറ്റ് അണുബാധകൾക്കും കാരണമാകുന്ന സ്റ്റാഫൈലോകോക്കസ് ഓറിയസ് എന്ന ബാക്ടീരിയയെക്കുറിച്ച് ഫ്ലെമിംഗ് പഠിക്കുകയായിരുന്നു. അദ്ദേഹം ബാക്ടീരിയയുടെ വളർച്ചാ രീതികൾ നിരീക്ഷിക്കുകയും അവയെ കൊല്ലാനുള്ള മാർഗങ്ങൾ പരീക്ഷിക്കുകയും ചെയ്തു. ബാക്ടീരിയയുടെ വളർച്ചയെ തടയാൻ അദ്ദേഹം പലതരം രാസവസ്തുക്കളും ചായങ്ങളും ഉപയോഗിച്ചു. ഈ ദിവസം അലക്സാണ്ടർ ഫ്ലെമിംഗ് സ്റ്റാഫൈലോകോക്കസ് ഓറിയസിൽ ഒരു പെട്രി വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകളെ കുത്തിവെക്കുകയും പിന്നീട് അത് തന്റെ വർക്ക് ബെഞ്ചിൽ ഉപേക്ഷിച്ച് അദ്ദേഹം വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തു. എന്നാൽ പിറ്റേന്ന് രാവിലെ തന്റെ ലബോറട്ടറിയിൽ തിരിച്ചെത്തിയ ഫ്ലെമിംഗ് അസാധാരണമായ ഒരു കാര്യം ശ്രദ്ധിച്ചു. പെട്രി ഡിഷിൽ ഒരു പൂപ്പൽ വളരുന്നു. അത് ചുറ്റുമുള്ള ബാക്ടീരിയകളുടെ വളർച്ചയെ തടയുന്നതായും അദ്ദേഹത്തിന് തോന്നി. ഈ നിരീക്ഷണത്തിൽ ആകൃഷ്ടനായ ഫ്ലെമിംഗ് കൂടുതൽ പരീക്ഷണം നടത്തുവാനും അന്വേഷിക്കാനും തീരുമാനിച്ചു. അദ്ദേഹം സൂക്ഷ്മദർശിനിയിൽ പൂപ്പൽ പരിശോധിച്ച് പെൻസിലിയം നൊട്ടാറ്റം എന്നൊരുതരം ഫംഗസ് ആണ് ഇതെന്ന് കണ്ടെത്തി. ഫ്ലെമിംഗ് പൂപ്പൽ പരീക്ഷണം തുടങ്ങി. ബാക്ടീരിയകളുടെ വളർച്ചയെ എങ്ങനെ തടയാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം വിവിധ രീതികളിൽ പൂപ്പൽ വളർത്തുകയും വിവിധ തരം ബാക്ടീരിയകളിൽ അതിന്റെ ഫലങ്ങൾ പരീക്ഷിക്കുകയും ചെയ്തു. മറ്റ് ആന്റി ബാക്ടീരിയൽ ഏജന്റുമാരെ പ്രതിരോധിക്കുന്ന ചിലത് ഉൾപ്പെടെ നിരവധി ബാക്ടീരിയകളെ നശിപ്പിക്കാൻ പൂപ്പലിന് കഴിയുമെന്ന് ഫ്ലെമിംഗിന്റെ പരീക്ഷണങ്ങൾ കാണിച്ചു കൊടുത്തു. ഈ പൂപ്പൽ ഒരു പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുകയും ആ ബാക്ടീരിയ അണുബാധയെ തടയുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം ഇതോടെ കണ്ടെത്തി. പൂപ്പൽ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥത്തെ വേർതിരിച്ചെടുക്കുക എന്നതായിരുന്നു ഫ്ലെമിംഗിന്റെ അടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി. ഹോവാർഡ് ഫ്ലോറി, ഏനസ് ബോറിസ് ചെയിൻ എന്നിവരുൾപ്പെടെയുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞരോടൊപ്പം ഈ പദാർത്ഥം വേർതിരിച്ചെടുക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനുമുള്ള രീതി വികസിപ്പിച്ചെടുക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പെൻസിലിൻ എന്ന് വിളിക്കുന്ന പദാർത്ഥത്തെ വേർതിരിച്ചെടുക്കാൻ ഇതോടെ ടീമിന് കഴിഞ്ഞു. അവർ പലതരം ബാക്ടീരിയ അണുബാധകളിൽ ഇത് പരീക്ഷിച്ചു. എന്നാൽ ഇതെല്ലാം വളരെ ഫലപ്രദമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അലക്സാണ്ടർ ഫ്ലെമിംഗും സംഘവും 1941 പെൻസിലിൻ ഉപയോഗിച്ച് ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി. ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, സെപ്റ്റിസീമിയ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള വിവിധ ബാക്ടീരിയ അണുബാധകൾ ഉള്ള രോഗികളെ അവർ ഇതുപയോഗിച്ച് ചികിത്സിച്ചു. ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ അത്ഭുതമുളവാക്കുന്നതായിരുന്നു. മരണത്തിന്റെ വക്കിലെത്തിയ രോഗികൾ പെട്ടെന്ന് സുഖം പ്രാപിച്ചു. പെൻസിലിൻ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള വാർത്തകൾ അതിവേഗം പ്രചരിച്ചു. താമസിയാതെ ഇത് ബാക്ടീരിയ അണുബാധകൾക്കുള്ള ഒരു ചികിത്സയായി മാറി. അലക്സാണ്ടർ ഫ്ലെമിംഗിന്റെ പെൻസിലിൻ കണ്ടുപിടുത്തം ബാക്ടീരിയ അണുബാധയുടെ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ചു. അത് എണ്ണമറ്റ ജീവൻ രക്ഷിക്കുകയും ആധുനിക ആന്റിബയോട്ടിക്കുകളുടെ വികസനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. 1945 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ എന്നിവയ്ക്കുള്ള നോബൽ സമ്മാനം ഫ്ലോറി ചെയിൻ എന്നിവരോടൊപ്പം പെൻസിലിൻ സംബന്ധിച്ച അവരുടെ പ്രവർത്തനത്തിന് ഫ്ലെമിംഗിന് ലഭിച്ചു. 1955 മരിക്കുന്നതുവരെ പെൻസിലിൻ, മറ്റ് ആന്റി ബാക്ടീരിയൽ ഏജന്റുകൾ എന്നിവയിൽ അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഫ്ലെമിംഗിന്റെ പെൻസിലിൻ കണ്ടുപിടുത്തം നിരീക്ഷണത്തിന്റെയും പരീക്ഷണത്തിന്റെയും ശക്തിയുടെ തെളിവാണ്. ഏറ്റവും അപ്രതീക്ഷിതമായ കണ്ടെത്തലുകൾ പോലും മനുഷ്യന്റെ ആരോഗ്യത്തിനും സമൂഹത്തിനും അഗാധമായ സ്വാധീനം ചെലുത്തുമെന്ന് ഇത് കാണിച്ചു തരുന്നു.